സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാർ ആണ്. ഹരികുമാർ സാർ, നമസ്കാരം. നമസ്തേ അയ്യപ്പദാസ്. സാർ, ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ശരിക്കും സന്തോഷമുള്ളൊരു വാർത്തയാണ് കേൾക്കുന്നത്. അതായത് തേജസ് വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകാൻ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിക്കുന്നു. അങ്ങനെ ഇതിപ്പോൾ നൽകാൻ തീരുമാനിക്കുമ്പോൾ എന്തുകൊണ്ട് ആ ഒരു കാലതാമസം, തേജസ് വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകുന്നതിൽ ഇതുവരെ ഒരു കാലതാമസം നേരിട്ടു? ഈ പുതിയതായി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകാൻ പോകുന്ന തേജസ് വിമാനങ്ങളുടെ പ്രത്യേകത എന്ത്? അതുകൂടെ ഒന്ന് പറയാമോ? 2023 ഫെബ്രുവരിയിലാണ് തേജസ് M1A വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കൈമാറേണ്ടിയിരുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാല് വലിയ കാലതാമസമാണ് ഈ വിഷയത്തിൽ നേരിട്ടത്. ഇപ്പൊ ഏതാണ്ട് 2 കൊല്ലത്തിലധികം കഴിഞ്ഞു. 2.25 കൊല്ലം ആയി. 2.5 കൊല്ലം ആവും ഇപ്പോ യഥാർത്ഥത്തിൽ ഡെലിവറി നടക്കുമ്പോൾ. അതായത് എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തുകൊണ്ട് 2026 ഓഗസ്റ്റ് ഒടുവിലോ സെപ്റ്റംബർ ആദ്യമോ തേജസ് MK1A വിമാനങ്ങളുടെ ആദ്യ ബാച്ച് 6 വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കൈമാറും എന്നാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ വന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇത് നിർമ്മാണം കാലതാമസം ശരിക്കും അക്ഷന്തവ്യമാണ്. കാരണം ഇന്ത്യക്ക് ആവശ്യമുള്ള ഈ ഫൈറ്റർ ജെറ്റ് യുദ്ധവിമാനങ്ങളുടെ 42 സ്ക്വാഡ്രൻ ആണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആവശ്യമുള്ളത്. ഒരു സ്ക്വാഡ്രൻ 17 മുതൽ 20 വിമാനങ്ങൾ വരെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനാണ് സ്ക്വാഡ്രൻ എന്ന് പറയുന്നത്. അപ്പോ 42 സ്ക്വാഡ്രന്റെ സ്ഥാനത്ത് ഇന്ന് 28-29 സ്ക്വാഡ്രനുകൾ മാത്രമേ ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ളൂ. 42 സ്ക്വാഡ്രൻ വിമാനങ്ങൾ വ്യോമസേനയ്ക്ക് ലഭ്യം. ഫൈറ്റർ ജെറ്റുകൾ, വെറും വിമാനങ്ങളല്ല, ഫൈറ്റർ ജെറ്റുകൾ വേണമെന്നുള്ളത് ഒരേ സമയം പാകിസ്ഥാനും ചൈനയുമായിട്ട് ഒരു യുദ്ധം ഉണ്ടായാൽ, ഒരു 2 ഫ്രണ്ട് വാർ ഉണ്ടായാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇതെന്തുകൊണ്ട് തടസ്സമുണ്ടായി എന്ന് ചോദിച്ചാൽ 2-3 കാരണങ്ങളാണ് ഉള്ളത്. മുഖ്യമായ കാരണം, ഈ തേജസ് MK1A എന്ന ഫൈറ്റർ ജെറ്റിൽ ഉപയോഗിക്കുന്നത് അമേരിക്കയുടെ ജനറൽ ഇലക്ട്രിക് നിർമ്മിക്കുന്ന F404IN-20 എന്ന എഞ്ചിനാണ്. F404 വർഷങ്ങളായിട്ട് ഉപയോഗത്തിലിരിക്കുന്ന ഒരു വിമാന എഞ്ചിനാണ്. അതിൻ്റെ ഒരു പുതിയ വെർഷനാണ് F404IN-20. അത് ഇന്ത്യക്ക് വേണ്ടി നിർമ്മിക്കുന്നതാണ്. ആ എഞ്ചിനുകൾ 2023 തൊട്ട് കൊടുക്കാമെന്നാണ് അവര് വാഗ്ദാനം ചെയ്യുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ അവർ 2-3 കൊല്ലം താമസിപ്പിച്ചു. അതാണ് ഇതിന്റെ മുഖ്യമായിട്ടുള്ള ഡിലേയുടെ ഒരു കാരണമായിട്ട് പറയുന്നത്. ഇപ്പോ HAL പറയുന്നത് ഈ 20ഓളം എയർ ഫ്രെയിമുകൾ, അതായത് വിമാനം നിർമ്മിച്ച എഞ്ചിൻ ഇല്ലാത്ത ഈ എയർ ഫ്രെയിമുകൾ 20ഓളം എണ്ണം അവിടെ നിർമ്മിച്ചു. അതിന്റെ അത് ഇലക്ട്രോണിക്സ് സംവിധാനങ്ങൾ ഉൾപ്പെടെ പലതും ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ. അപ്പൊ ഈ എഞ്ചിന്റെ കുഴപ്പമായിട്ടാണ് മുഖ്യമായിട്ടും HAL പറയുന്നത്. പക്ഷെ അത് മാത്രമല്ല എന്ന് പിന്നീട് തെളിഞ്ഞു. HAL പറയുന്നത് പൂർണ്ണമായിട്ട് അത്ര ശരിയല്ല. അതിന്റെ റഡാർ സംയോജിപ്പിക്കുന്നതിൽ വന്ന ചില കാലതാമസവുമുണ്ട്. ഇസ്രായേൽ നിർമ്മിതമായിട്ടുള്ള ELM-2052 എന്ന ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാറാണ് ഈ വിമാനത്തിൽ ഉപയോഗിക്കുന്നത്. ആ റഡാറും വിമാനവുമായിട്ട് സംയോജിപ്പിക്കുക എന്നുള്ളത് വലിയൊരു പണിയാണ്. കാരണം ഇത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യണം. ആ പ്രോഗ്രാം ചെയ്യുന്നതിൽ ഉണ്ടായ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും അത് ഉദ്ദേശിച്ചതിൽ കൂടുതൽ സമയമെടുത്തു എന്നുള്ളത് സത്യമാണ്. അങ്ങനെ റഡാറ്, പിന്നെ മാത്രമല്ല മറ്റു പല ഘടകങ്ങളും വന്നു. പക്ഷെ എങ്കിലും HAL പറഞ്ഞ ഒരു കാര്യം നമുക്ക് വിശ്വസിക്കാം, ഈ എഞ്ചിൻ ഡെലിവറി നടത്താനുള്ള ഒരു കാലതാമസം തന്നെയാണ് ഇതിന്റെ ഒരു മുഖ്യ വിഷയം. പക്ഷെ അത് ദൗർഭാഗ്യവശാൽ 2 കൊല്ലത്തിലധികം നീണ്ടുപോയി ഡെലിവറിക്ക്. എന്തായാലും ശരി, ഇപ്പോഴത്തെ പുതിയ ടൈം ഫ്രെയിം HAL കീപ്പ് ചെയ്യാൻ പറ്റും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ ഇന്ത്യൻ വ്യോമസേന ഇപ്പോ എന്നോട്
ചോദിച്ചല്ലോ എന്താണ് വിമാനത്തിന്റെ പ്രത്യേകതകൾ. അതെ. ഈ വിമാനത്തില് ഇത് തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന ആദ്യത്തെ യുദ്ധവിമാനമാണ്. ഇതൊരു ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്നുള്ള കാറ്റഗറി പെടുന്നതാണ്. അതായത് ഒരു 6 ടൺ 7 ടൺ ഒക്കെ ആ ഒരു റേഞ്ചിലാണ് ഇത് വരുന്നത്. ഇതില് 83 വിമാനങ്ങളാണ് ആദ്യം 2021 ഓർഡർ ചെയ്തത്. പിന്നീട് 97 കൂടെ 2025 ഓർഡർ ചെയ്തു. ഈ വിമാനത്തിന്റെ ഏറ്റവും ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാറാണ്. അതായത് വിമാനത്തിന് ഒരേ സമയം ഏതാണ്ട് 60ഓളം പിന്നെ ടാർഗറ്റുകളെ അല്ലെങ്കിൽ പിന്നെ ആകാശത്തു നിന്ന് വരുന്ന ഭീഷണി ത്രട്ടുകളെ, മറ്റു വിമാനങ്ങളെ, മിസൈലുകളെ ഒക്കെ തന്നെ അതിന് പിന്നെ കണ്ടെത്താനും അതിൽ ഒരു 20 എണ്ണത്തിന് എങ്കിലും ഒരേ സമയം നേരിടാനും പറ്റും. അപ്പൊ അതൊരു വലിയ വ്യത്യാസമാണ്. പണ്ടൊക്കെയുള്ള ഫേസ്ഡ് അറേ റഡാറുകളെക്കാൾ വലിയ മെച്ചമാണ് ഈ എയ്സാർ റഡാർ എന്ന് പറയുന്ന ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ. അത് ഇപ്പൊ തൽക്കാലം ഇസ്രായേൽ നിർമ്മിത റഡാറാണ് ഉപയോഗിക്കുന്നതെങ്കിലും പിന്നീട് ഇന്ത്യ തന്നെ നിർമ്മിച്ച ഉത്തം റഡാറും അതുപോലെ വിരൂപാക്ഷ റഡാറിലേക്കുമൊക്കെ അത് മാറ്റും. അവസാനമൊക്കെ നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച എയ്സാർ റഡാർ തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ എയർ ടു എയർ മിസൈലുകളുടെ കാര്യത്തിൽ ഇന്ത്യ നിർമ്മിച്ച അസ്ത്ര 1 ആദ്യം തന്നെ ഇതിൽ ഘടിപ്പിച്ചിരിക്കും. 150 തൊട്ട് 160 കിലോമീറ്റർ വരെ റേഞ്ചുള്ള അസ്ത്ര റഡാറുകൾ നിശ്ചയമായിട്ടും പാകിസ്ഥാന്റെ PL-15 ഘടിപ്പിച്ച പാകിസ്ഥാന്റെ വിമാനങ്ങളെ നേരിടുന്നതിൽ ഇന്ത്യക്ക് വലിയ ഒരു തുല്യത. PL-15 ഇതേ റേഞ്ചൊക്കെ ഉണ്ട്, പക്ഷെ എങ്കിലും ഇത് വലിയൊരു മേൽക്കൈ തരും. ഇതിലെ അസ്ത്ര 2 കൂടി ഘടിപ്പിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും PL-15 റേഞ്ച് നമുക്കുണ്ടാവും. അപ്പം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ എയർ ടു എയർ ബിയോണ്ട് വിഷ്വൽ മിസൈലാണ് മറ്റൊരു പ്രത്യേകത. അത് തദ്ദേശീയമായി നിർമ്മിച്ചതാണെന്നും അത് നമുക്ക് ഒരു വലിയ മേന്മയാണ്. അതുകൂടാതെ ഇസ്രായേൽ നിർമ്മിത എയർ ടു എയർ മിസൈലുകളും ഒക്കെ ഇതിലുണ്ടാവും. പക്ഷെ തദ്ദേശീയ മിസൈല് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ നിർമ്മിത യുദ്ധവിമാനത്തിൽ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നത്. ഇനി അതുകൂടാതെ ഏറ്റവും ആധുനികമായ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട്, ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ. അതായത് ഈ പൈലറ്റിന് സിറ്റുവേഷണൽ അവയർനെസ് കൊടുക്കുന്നത് പൈലറ്റ് കണ്ണുവെച്ച് നോക്കിയിട്ടല്ല. വിമാനത്തിന്റെ ചുറ്റും സെൻസറുകൾ ഉണ്ടാവും. ആ സെൻസറുകൾ വിമാനത്തിന്റെ ഏത് ഭാഗത്തേക്കും എന്ത് സംഭവിച്ചാലും, ഏത് ഭാഗത്തു നിന്ന് ഒരു ആക്രമണം വന്നാലും പൈലറ്റിനെ അറിയിക്കുന്നത് പൈലറ്റിന്റെ ഹെൽമെറ്റിന് മുന്നിലുള്ള ഒരു സ്ക്രീനുണ്ട്. ആ സ്ക്രീൻ, അതിനാണ് ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ. ആ ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ ആധുനിക യുദ്ധവിമാനങ്ങളുടെ ഒക്കെ പ്രത്യേകതയാണ്. അതും ഈ വിമാനത്തിൽ ഉണ്ടാകും. പിന്നീട് ഈ വിമാനത്തിന്റെ റഡാർ സിഗ്നേച്ചർ വളരെ ചെറുതായിരിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പൊ പാകിസ്ഥാന്റെ JF-17 വിമാനത്തെക്കാൾ വളരെ അധികം കുറവായിരിക്കും. അതായത് നമ്മൾ സ്റ്റെൽത്ത് എന്നൊന്നും ആവശ്യമില്ലാത്ത വിശേഷണങ്ങളൊന്നും കൊടുക്കുന്നില്ലെങ്കിലും വളരെ ചെറിയ ഒരു റഡാറിൽ പതിയുന്നത് വളരെ കുറച്ച് മാത്രമേ പതിയത്തുള്ളൂ ഈ വിമാനം. അതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വിമാനം പല കാര്യങ്ങളിലും ഒരു ആധുനിക സ്റ്റെൽത്ത് 5th ജനറേഷൻ 4.5 ജനറേഷൻ വിമാനമെന്നാണ് മാത്രമേ നമ്മൾ അവകാശപ്പെടുന്നുള്ളൂ. പക്ഷെ എങ്കിൽ കൂടി ഒരു 5th ജനറേഷൻ വിമാനത്തിന്റെ പല പ്രത്യേകതകളും ഈ തേജസ് MK-1A ഉണ്ടാകും. ഇത് കാലതാമസത്തിന്റെ ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ HAL എന്ന പൊതുമേഖലാ സ്ഥാപനത്തെ വിമർശിക്കുമ്പോൾ HAL പറഞ്ഞത് ഈ വിമാനത്തില് ആദ്യം ഒരു ഡിസൈൻ അംഗീകരിച്ച് ഫ്രീസ് ചെയ്യുക എന്ന് പറയും. അങ്ങനെ ഫ്രീസ് ചെയ്തതിന് ശേഷം 40 മാറ്റങ്ങളാണ് പിന്നീട് വ്യോമസേന ആവശ്യപ്പെട്ടത്. ആ 40 മാറ്റങ്ങളും അവർ വരുത്തി. മനസ്സിലായോ? ഈ 40 മാറ്റങ്ങളും വരുത്തിയത് കൊണ്ടാണ് ഈ കാലതാമസം. അല്ലായിരുന്നെങ്കിൽ വിമാനം നേരത്തെ ആദ്യം പറഞ്ഞ ഇപ്പോ നിങ്ങളൊരു കാറ് വാങ്ങിക്കുന്നു, കാറിന് ഇന്ന പ്രത്യേകതകളുണ്ട്, അതിന്റെ ഹോഴ്സ് പവർ ഇപ്പം ഒരു 110 SP ആയിരിക്കും. അതല്ലെങ്കിൽ അതിന്റെ പിന്നെ റൂഫിലോട്ട് ഒരു തുറക്കാൻ പറ്റുന്ന ഒരു സാധനം കാണും, അതല്ലെങ്കിൽ പവർ സ്റ്റിയറിംഗ്, അങ്ങനെ ഒരു 10 പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. നമ്മൾ നേരെ മറിച്ച് നമ്മൾ കമ്പനിയോട് വേറൊരു 10 പ്രത്യേകതകളൂടെ പറഞ്ഞാല് അത് അവർക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തോ താമസിക്കും. അത് പിന്നെ അത് ശരിയായി വരാൻ സമയമെടുക്കും. അതെ 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 അതെ
അപ്പം ഇതാണ് ഇത് വൈകാനുള്ള ഒരു കാരണമെന്നാണ് HAL അഭിപ്രായപ്പെടുന്നത്. പിന്നെ HAL പറയുന്നത് ഇതിന്റെ എയർ ഫ്രെയിമുകള് അവര് വളരെ കൃത്യമായിട്ട് 20ഓളം എയർ ഫ്രെയിമുകൾ ഇപ്പോൾ തന്നെ ശരിയായിട്ടുണ്ട്. അതായത് എഞ്ചിൻ കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യ പടിയായിട്ട് ഈ 6 വിമാനങ്ങൾ ഡെലിവറി ചെയ്യും. ഇപ്പോൾ തന്നെ 6 എഞ്ചിനുകൾ കൈവശമുണ്ട്. ഇനി ഒരു 20 എഞ്ചിനും കൂടി അതായത് ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ലഭിക്കും. അങ്ങനെ ഏതാണ്ട് 24 തൊട്ട് 26 വിമാനങ്ങൾ ഈ വർഷം വ്യോമസേനയ്ക്ക് കൈമാറാൻ പറ്റുമെന്നാണ് HAL പറയുന്നത്. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു 20 വിമാനങ്ങളാണ് ഒരു സ്ക്വാഡ്രൺ. അതായത് ഒരു സ്ക്വാഡ്രൺ മാത്രമല്ല, ഫസ്റ്റ് സ്ക്വാഡ്രൺ മാത്രമല്ല, 2ാം സ്ക്വാഡ്രണിലെ ഒരു 4ഓ 6ഓ വിമാനങ്ങളും കൂടെ ഈ വർഷം കൊടുക്കാൻ പറ്റും. അടുത്ത വർഷം തൊട്ട് ഓരോ വർഷവും പിന്നെ 2 സ്ക്വാഡ്രനോ അതിലധികമോ കൃത്യമായിട്ട് വ്യോമസേനയ്ക്ക് നൽകാൻ പറ്റും എന്ന ഒരു ഉറപ്പാണ് ഇപ്പോ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നൽകുന്നത്. പിന്നെ ഇതിന് സമാന്തരമായിട്ട് തേജസ് MK2 പരീക്ഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ടാക്സി ട്രയൽ എന്ന് പറയുന്ന, അതായത് വിമാനം പറക്കുന്നില്ല, റൺവേയിലൂടെ ഇത് ഓടിക്കുക. അങ്ങനെ ഓടിച്ച് കുറെ ദൂരം പോയിട്ടാണല്ലോ വിമാനം ആകാശത്തോട്ട് പറക്കുന്നത്. അതിന് മുമ്പ് ടാക്സി ട്രയൽ എന്ന് പറയുന്നത് നടക്കും. ആ ടാക്സി ട്രയല് ഈ വർഷം തന്നെ തേജസ് MK2 ഈ വർഷമോ തന്നെയോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമോ അത് നടക്കും എന്നാണ്. അപ്പോ തേജസ് MK1A നമ്മൾ ആദ്യം പറഞ്ഞ വിമാനം ഈ വർഷം വ്യോമസേനയ്ക്ക് കൈമാറുന്ന വിമാനം ഇന്ത്യൻ വ്യോമസേനയിലെ വരും വർഷങ്ങളിൽ പിന്നെ Su-30MK ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എണ്ണമുള്ളത് നമുക്ക് പിന്നീട് തേജസ് ആയിരിക്കും. ഞാൻ പറഞ്ഞ ആദ്യത്തെ ഇതിന്റെ ഓർഡർ 83 കൊടുത്തത്, പിന്നീട് 97, അങ്ങനെ മൊത്തം 180 വിമാനങ്ങൾ. ഇതില് ഓരോ വർഷവും കൊടുക്കുന്ന ഓരോ സ്ക്വാഡ്രണിലും 20 വിമാനങ്ങൾ കൊടുക്കുന്നതിൽ 16 എണ്ണം സിംഗിൾ സീറ്റർ ആയിരിക്കും. ഒരു പൈലറ്റ് മാത്രമേ കാണത്തുള്ളൂ, ബാക്കിയെല്ലാം ഇലക്ട്രോണിക്കലി ആയിരിക്കും ആദ്യത്തെ ലോഞ്ച് ചെയ്യുന്നതെല്ലാം ഉൾപ്പെടെ. പക്ഷെ 4 എണ്ണം ഡബിൾ സീറ്റർ ആയിരിക്കും, 2 പൈലറ്റുമാർ അല്ലെങ്കിൽ ഒരു പൈലറ്റും ഗണ്ണറും കാണും. അപ്പൊ ആ രീതിയിലുള്ള വിമാനങ്ങളായിരിക്കും. എന്തായാലും ശരി, ഇത് എല്ലാ രീതിയിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരു മികവായിരിക്കും. കാരണം ഈ വിമാനങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി, നമ്മൾ തന്നെ സോഫ്റ്റ്വെയർ നിർമ്മിച്ച്, നമ്മുടെ തന്നെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് വരും കാലങ്ങളിൽ കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യാൻ. ഒന്ന് ചോദിച്ചോട്ടെ സാർ, ഇതിന്റെ ടെക്നോളജി ഇസ്രയേലിൽ നിന്നുള്ളതാണോ? ഈ ടെക്നോളജി ഇസ്രയേൽ അല്ല. ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ഇസ്രയേൽ സ്വന്തമായിട്ട് വിമാനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാനീ പറഞ്ഞ ഇസ്രയേലിന്റെ ആകെ ഉള്ളത് ഒരു ESA റഡാർ എന്ന് പറയുന്ന ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ ഇപ്പോൾ ഇസ്രായേലിന്റെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു റഡാർ സംവിധാനം, അതായത് ELM 2052 എന്ന് പറയുന്ന റഡാർ. ആ റഡാറും അതുപോലെ തന്നെ അവരുടെ ഒരു എയർ ടു എയർ മിസൈലുണ്ട്. പക്ഷെ എയർ ടു എയർ മിസൈൽ നമ്മൾ അവരുടേതിനൊക്കെ റേഞ്ച് ഉള്ളതാണ് നമ്മുടേത്. അപ്പം ഇസ്രായേലിന് ഇതിനകത്തിൽ അത്ര വലിയ സംഭാവനകളൊന്നുമില്ല. ഇസ്രായേലുമായിട്ട് ഇത് ഇന്ത്യയുടെ ടെക്നോളജി തന്നെയാണ്. ഇന്ത്യ ഓൾറെഡി തന്നെ ഈ യുദ്ധത്തിന് പൂർണ്ണമായിട്ട് സജ്ജമല്ലാത്ത 40 തേജസ് 1 വിമാനങ്ങൾ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോ തന്നെ വ്യോമസേനയുടെ സർവീസ് 40 എണ്ണം 36 എണ്ണമേ ഉള്ളൂ. 36 എണ്ണം സർവീസിലുണ്ട്. അത് കൂടുതലും നിരീക്ഷണത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ വിമാനത്തിന്റെ ഒരു മുന്നോടിയായിരുന്നു അത്. പൂർണ്ണമായിട്ടും ടെക്നോളജി ഇന്ത്യയുടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ പരാജയപ്പെട്ടു പോയത് ഒരേ ഒരു മേഖലയിലാണ്. സ്വന്തമായിട്ട് കാവേരി എന്നൊരു എഞ്ചിൻ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്നു. കാവേരി എഞ്ചിൻ ആയിരിക്കും ഈ തേജസ്സിൽ ഉപയോഗിക്കേണ്ടി ഇരുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ തേജസ്സിന് വേണ്ടത്ര ആവശ്യമുള്ളത്ര ത്രസ്റ്റ് അല്ലെങ്കിൽ പവർ ഉത്പാദിപ്പിക്കാൻ ആ എഞ്ചിന് പറ്റിയില്ല. അതുകൊണ്ടാണ് F404 IN-20 എന്ന എഞ്ചിനെ ഇന്ത്യക്ക് ആശ്രയിക്കേണ്ടി വന്നത്. കാവേരി എഞ്ചിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അതിന്റെ പവർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ തേജസ് അപ്ഗ്രേഡ് ചെയ്യുന്ന കാലത്ത് നമ്മൾ ഒരുപക്ഷെ കാവേരി എഞ്ചിനിലേക്ക് മാറാൻ നമുക്ക് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്ന ഡ്രോൺ ഉണ്ട്, ഹെവി ഡ്യൂട്ടി ഡ്രോൺ, അതായത് 15 ടൺ ഭാരമുള്ള ഒരു ഡ്രോൺ സ്റ്റെൽത്ത് ഡ്രോൺ ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട്, ഘാതക എന്ന് പറഞ്ഞു.
ആ ഘാതക് ഡ്രോണിൽ കാവേരിയുടെ ആഫ്റ്റർ ബേണർ ഇല്ലാത്ത ഒരു വെർഷൻ ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ആ എഞ്ചിൻ പല രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടും. അത് കുറച്ചൊരു ശക്തി കുറവാണെന്നുള്ളതേ ഉള്ളൂ. ആ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോ വിദേശ സഹായത്തോടുകൂടി നടക്കുന്നുണ്ട്. മാത്രമല്ല ബ്രഹ്മോസിലെ എഞ്ചിനീയർമാര് അതിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ വലിയതായിട്ട് മുന്നേറ്റം നടത്തിയതായിട്ട് വാർത്തയുണ്ട്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ കാണാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. നന്ദി. താങ്ക് യു സാർ.